ഹലോ എവ്രി വൺ, ഇന്നൊരു പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുളിയിഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചട്ടി വെച്ച് ചൂടാക്കിയെടുക്കാം. ചട്ടി ഏകദേശം ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അരക്കപ്പ് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 10 ചുവന്നുള്ളി ഇതേപോലെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടോ വേണം ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഓപ്ഷണലാണ്. ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നാരങ്ങ പരുവത്തിലാണ് പുളി എടുത്തിരിക്കുന്നത്. പുളിയുടെ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇങ്ങനെ കുറുക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ശർക്കരയുടെ ആണി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ആണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഏകദേശം തിളയൊക്കെ വരുന്നുണ്ട്. ഈ സമയം ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ശർക്കര ഇട്ടതിന് ശേഷം കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് പാകമായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പുളിയിഞ്ചിയിൽ നമ്മൾ പുളിങ്കറി ഉണ്ടാക്കുന്നത് പോലെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ കിടക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി കട്ടിയായിട്ടുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കടുകും വറ്റൽമുളകും ചേർത്ത് വറവ് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചട്ടിയിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുറുകി കട്ടിയായിട്ടുണ്ടായിരിക്കും കേട്ടോ. പുളിയിഞ്ചി ഏകദേശം പാകമായി കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചൂടോടെ അത് കഴിക്കുകയാണെങ്കിൽ ഇതിനൊരു ചവർപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ പുളിയിഞ്ചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതേപോലെ ഇനിയും പുതിയ വീഡിയോകൾ മാറ്റി കാണാം. അതുവരെ ബൈ.